ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഏട്ടൻ വരുന്ന ദിവസമാണ് കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡ് വരുന്ന ദിവസമാണ് കേട്ടോ. ഏകദേശം ഒരു 6 മാസമായി ഏട്ടന് സൗദി അറേബ്യയിൽ പോയിട്ട്. അതിനുശേഷം ഇന്നാണ് വരുന്നത്. അപ്പം ഞങ്ങൾ അത് ഏട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും മക്കളും എല്ലാവരും എയർപോർട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ, കൊച്ചിയിൽ. അപ്പോൾ ആ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഫ്ലൈറ്റ് വന്നു എന്ന്. പക്ഷേ ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ലഗേജ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ഏട്ടൻ ആ ഡോറ് തുറന്ന് വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഞാൻ അവിടേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവസാനം കുറേ നേരം നിൽക്കേണ്ടി വന്നു. കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്തായാലും. അങ്ങനെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, തേജുക്കുട്ടിയും തനിക്കുട്ടിയും അവിടെ തന്നെ നിൽക്കണം, ഏട്ടൻ വന്നതും അവരെ ആദ്യം കാണണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അവർ രണ്ടുപേരെയും പിടിച്ച് നിർത്തുകയാണ്. പക്ഷേ തനിക്കുട്ടി നിൽക്കുന്നൊന്നുമില്ല, അവൾ അവിടെയൊക്കെ ഓടി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഏട്ടൻ വന്നു കേട്ടോ. എനിക്കത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഏട്ടനും കുറേ നാളായില്ലേ കണ്ടിട്ട്. അങ്ങനെ തേജുകുട്ടനെയൊക്കെ കണ്ടപ്പോൾ അവൻ ഒരുപാട് വലുതായി പോയി എന്നൊക്കെയാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. കാരണം ഏട്ടൻ ഫ്ലൈറ്റിൽ നിന്നൊന്നും അത്ര ഫുഡൊന്നും ശരിയായിട്ടില്ല കഴിച്ചിട്ട്. അപ്പം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ആ ഹോട്ടലിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അതാ തനിക്കുട്ടി കണ്ടില്ലേ, അവളുടെ ചിരി കാണുമ്പോൾ തന്നെ അറിയില്ലേ, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി യാത്ര ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ. പിന്നീട് ഇതാ ഫുഡ് വന്നു, ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫൈനലി നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോഴത്തേക്കും രാത്രിയായി. നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ നഗരമൊക്കെ കാണാൻ. എന്താ വെച്ചാൽ നല്ല ലൈറ്റുകളല്ലേ, നല്ല ഭംഗിയുള്ള ലൈറ്റുകളും വണ്ടികളും ഒക്കെ കാണാൻ എനിക്ക് രാത്രി ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇത് നമ്മുടെ കുതിരാൻ ടണൽ എത്തി കേട്ടോ. എപ്പോഴും നമ്മൾ അതുവഴി പോകുമ്പം എനിക്കിഷ്ടമാണ് അങ്ങനെ ആ വീഡിയോ എടുക്കാനും. അതിൻ്റെ അകത്തൂടെ നമ്മുടെ വണ്ടി പോകുമ്പം നല്ല രസമല്ലേ. അപ്പോൾ അതും ഞാൻ ഷൂട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ദൂരം പോയിട്ട് ഫൈനലി നമ്മുടെ വീട്ടിലെത്തി. പിന്നെ ഫ്രഷൊക്കെ ആയി. ഇനി നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.